നമസ്കാരം. പാകിസ്ഥാനിലേക്ക് കോടികൾ എത്താൻ പോവുകയാണ്. എങ്ങനെയെന്നല്ലേ പറയാം. പാകിസ്ഥാന്റെ ചങ്കായ ചൈനയിൽ നിന്നാണ് കോടികൾ എത്തുന്നത്. പാകിസ്ഥാൻ 200 കോടി അല്ലെങ്കിൽ $2 ബില്യൺ വായ്പ നൽകാൻ ചൈന തീരുമാനിച്ചുവെന്നാണ് പുറത്തുവരുന്ന വിവരം. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന പാകിസ്ഥാന് അന്താരാഷ്ട്ര നാണയനിധി സാമ്പത്തിക സഹായ പാക്കേജ് അനുവദിച്ചിരുന്നു. കഴിഞ്ഞ വർഷം അതിന്റെ ആദ്യ ഗഡുവായി $1 ബില്യൺ നൽകുകയും ചെയ്തു. അതിനുശേഷം പാകിസ്ഥാൻ തങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ശക്തിപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. 2025 സാമ്പത്തിക വർഷത്തിൽ പാകിസ്ഥാൻ $22 ബില്യൺ വിദേശ കടം തിരിച്ചടക്കേണ്ടതുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ 1.5 ലക്ഷം സർക്കാർ ജോലികൾ രാജ്യത്ത് നിർത്തലാക്കിയിരുന്നു. ഭരണച്ചെലവ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ നീക്കം. ഇതിനു പുറമെ 6 മന്ത്രാലയങ്ങൾ അടച്ചുപൂട്ടൽ, 2 മന്ത്രാലയങ്ങൾ ലയിപ്പിക്കൽ എന്നിവയാണ് ഭരണച്ചെലവ് കുറയ്ക്കാനായി പാകിസ്ഥാൻ സ്വീകരിച്ച മറ്റു നടപടികൾ. ചെലവുകൾ വെട്ടിക്കുറയ്ക്കുക, നികുതി GDP അനുപാതം വർദ്ധിപ്പിക്കുക, കൃഷി, റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ പാരമ്പര്യേതര മേഖലകൾക്ക് നികുതി ഏർപ്പെടുത്തുക തുടങ്ങിയ നിരവധി നടപടികളും പാകിസ്ഥാൻ സ്വീകരിച്ചിരുന്നു. വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയാണ് പാകിസ്ഥാനിലുള്ളത്. ഇതിനെല്ലാം അതിജീവിക്കാനുള്ള കഠിന ശ്രമത്തിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ എന്ന് പറയണം. പിടിച്ചു നിൽക്കാൻ പാകിസ്ഥാൻ ഏതറ്റം വരെയും പോകും. ഇടയ്ക്ക് പാകിസ്ഥാൻ സ്വർണം കുഴിച്ചെടുക്കാൻ പോകുന്നുവെന്ന വാർത്തയും വന്നിരുന്നു. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ അറ്റോക് ജില്ലയിൽ സിന്ധു നദിക്കിടയിൽ വൻ സ്വർണശേഖരം കണ്ടെത്തിയിരുന്നു. നദിക്കിടയിൽ കണ്ടെത്തിയ സ്വർണശേഖരത്തിന്റെ ഏകദേശ മൂല്യം ഇന്ത്യൻ രൂപയിൽ പറഞ്ഞാൽ 80,000 കോടി രൂപയോളം വരുമെന്നാണ് കണക്കുകൾ പറയുന്നത്. ഈ സ്വർണ്ണ ഖനനത്തിന് ഇതിനു പാകിസ്ഥാൻ നൽകിയിരിക്കുന്ന പേര് അറ്റോക് പ്ലേസർ ഗോൾഡ് പദ്ധതി എന്നാണ്. പാകിസ്ഥാന്റെ ഭാഗ്യമായി മാറുമോ ഈ സ്വർണമെന്ന് ചിന്തിക്കുന്നവരും കുറവല്ല. സിന്ധു നദിയിലെ സ്വർണശേഖരത്തിലൂടെ പാകിസ്ഥാന് കാര്യമായ സാമ്പത്തിക നേട്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ സ്വർണം പാകിസ്ഥാന് ഭാഗ്യം കൊണ്ടുവന്നേക്കാം. സ്വർണം എക്കാലവും മൂല്യമുള്ളൊരു ലോഹമാണല്ലോ. സ്വർണത്തിന് ഇപ്പോൾ തൊട്ടാൽ പൊള്ളുന്ന വിലയുമാണുള്ളത്. ലോകരാജ്യങ്ങളെല്ലാം സ്വർണം വാങ്ങി കൂട്ടുന്ന തിരക്കിലാണ്. എങ്കിലും കാര്യങ്ങൾ പാകിസ്ഥാൻ അത്ര എളുപ്പമല്ല എന്നുകൂടി പറയേണ്ടി വരും. വലിയ സ്വർണശേഖരം കണ്ടെത്തിയെങ്കിലും ഇത് പൂർണ്ണമായി ഖനനം ചെയ്തെടുക്കാൻ പാകിസ്ഥാൻ ഇത്തിരി വിയർക്കും. നദിയിൽ കിടക്കുന്ന സ്വർണം ഖനനം ചെയ്യുക അത്ര എളുപ്പമല്ല. സാമ്പത്തികമായി നല്ല ചിലവുള്ള കാര്യമാണത്. രാജ്യം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇതിന്റെ പ്രധാന വെല്ലുവിളി. നദിക്കടിയിലെ സ്വർണം ഖനനം ചെയ്യുന്നതിന് ഇങ്ങനെ നിരവധി വെല്ലുവിളികൾ പാകിസ്ഥാൻ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള സഹായം പാകിസ്ഥാൻ സ്വീകരിച്ചേക്കുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. നദിക്കടിയിലെ ഈ സ്വർണം മുഴുവൻ പാകിസ്ഥാൻ ഖനനം ചെയ്തെടുത്താൽ അത് ഭീകരവാദത്തിന് വേണ്ടി ഉപയോഗിക്കും എന്നും ഒരു വിഭാഗം പറയുന്നുണ്ട്. ഭീകരവാദം മാറ്റി നിർത്തിയാൽ പാകിസ്ഥാൻ രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണ് മുൻപിൽ തെളിയുന്നത്. സ്വർണം വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ പാകിസ്ഥാന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഒരു പരിധിവരെ ആശ്വാസമുണ്ടാകും. കുറച്ചു കാലത്തേക്കെങ്കിലും മറ്റു രാജ്യങ്ങളെ സാമ്പത്തികമായി ആശ്രയിക്കാതെ പാകിസ്ഥാന് മുന്നോട്ട് പോകാനാകും. എന്തായാലും പാകിസ്ഥാന്റെ തലവര മാറുമോ ഇല്ലയോ എന്നൊക്കെ വരും ദിവസങ്ങളിൽ നമുക്കറിയാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.